ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ എന്തുണ്ടാക്കാൻ പോകുന്നത് നല്ല ഹെന്നയാണ്. ഇത് നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഏതൊരുവിധ സൈഡ് എഫക്ട്സും ഉണ്ടാകില്ല. പിന്നെ നമ്മൾ ഏത് കെമിക്കലും ചെയ്തിട്ടുള്ളതിൽ ഇത് നമ്മൾ വീട്ടിലേ ഉണ്ടാക്കാത്തതാണ്. നല്ല റെഡ് കളറായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനായിട്ട് ഒരു ടിന്നും ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് റീയൂസ് ചെയ്യുകയാണെങ്കിൽ മെഹന്തി ഉണ്ടാക്കുമ്പോൾ മാത്രം തന്നെ അത് റീയൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാനിതിലേക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2.5 സ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റി എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സ്ട്രാ ഉണ്ടാക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ച ടിന്നിൻ്റെ ചുറ്റുഭാഗം ഇത് വന്ന് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ നടുവിലേക്ക് നമ്മുടെ ഗ്ലാസ് പോണ ഗ്യാപ്പ് വേണം. ഇത് നമുക്ക് രണ്ടും നിങ്ങൾക്ക് റീയൂസ് ചെയ്യാൻ പറ്റാത്തതാണ്. ഈ ടിൻ വന്നിട്ട് നമ്മൾ പാൽപ്പൊടി മേടിച്ചൊരു ടിന്നാണ്. നിങ്ങളുടെ അടുത്ത് ഓട്സ് മേടിച്ച ടിന്നുണ്ടായിരുന്നാൽ അതും കൊടുക്കുക. പിന്നെ വേറെ എന്തുണ്ടെങ്കിൽ ടിന്നുണ്ടായിരുന്നാൽ അതും കൊടുക്കുക. ചിലവർ മൺപാനയിലും ചെയ്യും. പിന്നെ നമ്മുടെ ഇത് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നമ്മൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തായിട്ട് ഒരു തുണി കെട്ടി കൊടുക്കുന്നുണ്ട്. ഈ തുണി കെട്ടി കൊടുത്തിട്ട് ഈ പാത്രം ഇതിൻ്റെ മേലെ വെക്കാം. പിന്നെ ഇതിൽ നമ്മൾ നല്ല ഐസ് വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഐസ് വാട്ടർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഏറ്റവും ചെറിയ ബേണറിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഐസ് വാട്ടർ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെഡി ചെയ്ത എല്ലാ സാധനവും വെച്ച് കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ ആ വെള്ളം ഒന്ന് തിളക്കണ വരക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരു സൈഡ് തിള വന്നുകൊണ്ടേ നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിൻ്റെ മണം വരാൻ തുടങ്ങും. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. പിന്നെ ഞാൻ ഈ ഗ്ലാസ്സിലുള്ളത് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ശേഷം ഇത് നമ്മൾ നല്ല മിക്സ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അടുത്ത് ഈ മെഹന്തി കവർ ഉണ്ടായിരുന്ന അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇതിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്കിത് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതൊരു ബഡ്സ് കൊണ്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. നല്ല ഒരു ചെറിയ കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ലത് മിക്സ് ചെയ്തെടുക്കുക. ഇത് വന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയത് ഒരു 3 ആൾക്കാരുടെ കയ്യിലേക്ക് ഇടണം പോലെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റി എക്സ്ട്രാ ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമ്മൾ വന്നിട്ട് എങ്ങനെ ഇടണമെന്നും കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ അടുത്ത് ഹെന്നാൻ്റെ കവർ ഇല്ലാത്തത് കൊണ്ട് നമ്മളത് വന്നിട്ട് ഒരു ബഡ്സ് കൊണ്ടാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കാൻ പോണത്. നിങ്ങളുടെ അടുത്ത് കവർ ഉണ്ടായിരുന്ന അതിലിത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ബഡ്സ് കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല ചോക്കണതാണ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി. ഇത് നമുക്ക് ഉണങ്ങിയിട്ട് തിരിച്ചും വേണമെങ്കിൽ നമുക്കിത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് 2-3 വട്ടം ഇടുമ്പോൾ നല്ല കളർ ഉണ്ടാകും. ഒരു വട്ടം ഇട്ടാലും നല്ല കളർ ഉണ്ടാകും. ഇത് നിങ്ങൾക്ക് ഇരിക്കെ തന്നെ അത് ചോക്കുള്ളൂ. നിങ്ങൾക്ക് അപ്പോൾ ഇട്ടിട്ട് എടുക്കുമ്പോൾ ഉള്ള റിസൾട്ടിൻ്റെ വീട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നല്ല റിസൾട്ട് ഉണ്ടാകും. പിന്നെ ഇത് വന്നിട്ട് നമ്മൾ ഉണങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടേത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ആ കൈ ചോക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിങ്ങനെ എടുത്ത് കൊടുത്തിട്ടും കൂടി ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ഇടുമ്പോൾ ഈ കളർ കിട്ടും നിങ്ങൾക്ക്. പിന്നെ സെക്കൻഡ് ടൈം ഇടുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാട്ടി നല്ല കളർ കിട്ടും. അപ്പം നിങ്ങൾക്ക് പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, നിങ്ങൾ വീട്ടിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല മെഹന്തിയാണ്. ഇത് നമുക്ക് ഏതൊരു സൈഡ് എഫക്ട്സും ഇല്ലാണ്ട് തന്നെ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇത് ഒരു വട്ടം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നാൽ കമൻറ്റ് ചെയ്യും. ട്രൈ ചെയ്യാത്തവരായിട്ടുണ്ടായിരുന്നാൽ ഇത് വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് നമുക്ക് കമൻറ്റ് കൂടെ നിങ്ങൾ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക.